ഇന്ന് ഫെബ്രുവരി 25 ചൊവ്വാഴ്ച. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ട, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാം. കർത്താവ്, ഫെബ്രുവരി 25 ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം അങ്ങ് നൽകിയതിന് നന്ദി പറയുന്നു ഈശോയെ. അങ്ങയുടെ മക്കളെ മുഴുവനായി അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, അവരുടെ ഇന്നത്തെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, അവരുടെ യാത്രകൾ, അവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, വർക്ക് അറ്റ് ഹോമായി ചെയ്യുന്നവർക്കുണ്ടാകുന്ന വിഷയങ്ങൾ, വീട്ടിലെ പല വിഷയങ്ങളും പെൻഡിങ്ങായി കിടക്കുമ്പോൾ പറഞ്ഞു തീർക്കാനുള്ളവരുണ്ടാകും. ചില വിഷയങ്ങൾ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ പറഞ്ഞാൽ പൊട്ടിത്തെറി ഉണ്ടാകുമോ, അത് ഉൾക്കൊള്ളുമോ, എങ്ങനെ ഉൾക്കൊള്ളും എന്നൊക്കെ അറിയാൻ ആശങ്കയോടെ നടന്നിട്ട് ഇത് പൂച്ചക്കാരും മണി കെട്ടും എന്നുള്ള രീതിയിൽ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, കർത്താവ് സംഭവിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ സംഭവിച്ചാൽ തകർന്ന് സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ കിടന്ന ഒരു നൂൽക്കമ്പിയെ കൂടി ഇങ്ങനെ പോകുന്ന അവസ്ഥ ഉണ്ട് ഈശോയെ. അങ്ങനെയുള്ള സംഘർഷം കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഈശോയെ, ഇനി എല്ലാപാടും സംഭവിക്കട്ടെ, ചാകാം. അങ്ങനെ നിരാശയോടെ ജീവിച്ചിരിക്കുന്ന വൈകാരിക മേഖലയിൽ ജീവിക്കുന്നവരുണ്ട് ഈശോയെ. അവരെ മുഴുവനായിട്ട് ഞാൻ ഈ അൾത്താറയിൽ ഇപ്പോഴും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോ, ഈ ഒരു മാനസികാവസ്ഥയിൽ ആരൊക്കെ ഉണ്ടോ അവരെയെല്ലാം നീ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒത്തിരി അബോർഷണം സംഭവിച്ചിട്ട് ഒരു കുഞ്ഞിനെ പോലും കിട്ടാത്ത അമ്മമാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, അതുപോലെ തന്നെ ജീവിത മാർഗങ്ങളെല്ലാം മുട്ടിപ്പോയവരുണ്ട്.
ജീവിത മാർഗങ്ങൾ മുട്ടിക്കുന്നതിന് വേണ്ടി കേസൊക്കെ കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ പേരിൽ കടങ്ങൾ മേടിച്ച് വരുമാന മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കടം മേടിച്ച് മുടിയുന്നവരുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് വൈരാഗ്യവും വിദ്വേഷവും പരസ്പരമുള്ള അവനെൻ്റെ കൈ കിട്ടിയ ശരിപ്പെടുത്തുമെന്നുള്ള തിന്മയുടെ ശക്തികളിലെല്ലാം കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ കർത്താവേ, ഇതേ മാനസികാവസ്ഥയിൽ സ്വദേശത്തും വിദേശത്തുള്ള ജയിലുകളിലും വിദേശത്തുള്ള കേസുകളിലും ഒക്കെ പെട്ടിരിക്കുന്ന എല്ലാവരും, നാട്ടിലുള്ള കേസുകൾ, പോലീസ് കേസുകൾ, കോടതി കേസുകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, SLC കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന എല്ലാ മക്കളെയും കർത്താവ് ആശീർവദിക്കട്ടെ. പലവട്ടം പരീക്ഷ എഴുതി പരാജയപ്പെട്ടു. ഇനിയൊരു പരീക്ഷയ്ക്ക് കർത്താവെ എനിക്ക് ഇടവരുത്തല്ലേ, ഞാൻ ഇനി ഒരു IELTS എഴുതി പാസ്സാകാനില്ല, അതിന് ഡേറ്റ് തീരാൻ പോകുന്നു എന്നൊക്കെ വിചാരിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് അതൊക്കെ മുമ്പ് എനിക്ക് ജോലി കിട്ടാനേ വിഷ വരാനേ ഇടയാക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ശരി, അവരുടെ എല്ലാം കണ്ണുനീരുകൾ ഞാൻ കർത്താവിന് തിരിച്ച് സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോ, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ല എന്നോർത്ത് ആരെങ്കിലും വിങ്ങിയെന്നുണ്ടെങ്കിൽ അവരെ കൂടി ഞാൻ ഈ സമയത്ത് അങ്ങോട്ട് തിരിച്ചു വെക്കുന്നു. അവരെ ആശീർവദിക്കുകയും അവർക്ക് സാക്ഷ്യം പറഞ്ഞ് സന്തോഷം തിരിച്ചു വരാൻ ഇടയാകുകയും ചെയ്യട്ടെ. മക്കൾ, നമ്മൾ ഇന്ന് വായിക്കാൻ പോണത് നോൻപിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് കേൾക്കാൻ കേട്ടാ. നോൻപ് തുടങ്ങിയിട്ടില്ല, പക്ഷെ നമ്മൾക്കിവിടെ പതുക്കെ നോൻപെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ രക്ഷിക്കുന്നത്. അതാണ്, അതായത് ഏശയ്യ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അതായത് ഈ നോൻപിന്റെ കാലം എന്ന് പറഞ്ഞിട്ടല്ല, ആയിരക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ കണ്ടെത്തുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൻപിൻ്റെ ഒപ്പം കൂടി സഞ്ചരിക്കണം, നോൻപിനോട് ചേർന്ന് സംഘടിപ്പിക്കണം. നോൻപെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ, അതിനുള്ള പോസിറ്റീവായിട്ട് കർത്താവിനെ കണ്ടെത്തുന്നൊരു കാലമാണ്. കർത്താവിനെ എന്തെല്ലാം തരത്തിൽ കണ്ടെത്താൻ പറ്റുമെന്നറിയോ? ഇപ്പോൾ യാക്കോബിൻ്റെ നമ്മൾ കാണിക്കുന്ന ഭക്തികളില്ലേ, ഭക്തികളെന്ന് വെച്ചാൽ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയില്ലേ. കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോൾ ആരാണ്? സർക്കാരിനൊക്കെ വെട്ടിക്കുകയും പൂത്തിവെക്കുകയും ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നല്ലതല്ലാത്ത സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെയൊക്കെ മനുഷ്യന് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ വിറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർ അവരെ കളങ്കിത കച്ചവടക്കാരെന്ന് വിളിക്കും. പക്ഷേ നമ്മുടെ ഈ ആധ്യാത്മിക മേഖലയിൽ ഭക്തിയുടെ കാര്യത്തിലും കളങ്കിത ഭക്തി ഉണ്ടെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ. നിഷ്കളങ്കമായ ഭക്തിയുണ്ട്. അപ്പോൾ നോൻപ് കാലം ഭയങ്കര ഭക്തിയുടെ കാലമാണല്ലോ, അല്ലേ? കുരിശിൻ്റെ വഴി ഞങ്ങൾ ഇവിടെ ആലപ്പുഴ, എറണാകുളത്തൊക്കെ ആണെങ്കിൽ, ജില്ലകളിലൊക്കെ ആണെങ്കിൽ ദേവാസ്തവിളി, പുത്തമ്പാന, അമ്മാനം, അങ്ങനെ കുറേ ആചാരാനുഷ്ഠാനങ്ങൾ, ഭയങ്കര സമൃദ്ധമായ ആചാരാനുഷ്ഠാനം. അതെല്ലാം ഭക്തിരസത്തിലൂടെ ജീവിത ആന്തരിക വിശുദ്ധി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഭക്തികൾ അതിന് തന്നെ രണ്ട് തരമുണ്ടെന്നാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് പറയുന്നത് കളങ്കിത ഭക്തിയുണ്ട്, നിഷ്കളങ്ക ഭക്തിയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടേത് ഒന്ന് ചിന്തിക്കണമല്ലാണ്, നമ്മുടെ ഭക്തി കളങ്കിതമാണ്, അതാ നിഷ്കളങ്കമാണ്. യാക്കോബ് 1:27 വായിച്ചേ. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. അതാണ് ഭക്തിയാണ്, നിഷ്കളങ്കമായ ഭക്തി. കാര്യം നമുക്കൊന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല. ദൈവമാണ് അവരെ സന്ധിക്കേണ്ടത്, ദൈവത്തിന്റെ പേരിൽ നമ്മൾ സന്ധിക്കുകയാണ്. അത് അപ്പോഴാണ് അത് ഭക്തിയാകണത്. ദൈവമാണ് അനാഥകളെയും വിധവകളെയും സംരക്ഷിക്കേണ്ടത്. അപ്പം മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരെ സന്ധിക്കാൻ വേണ്ടി. അപ്പം ദൈവത്തിൻ്റെ പേരിൽ, ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നത്. അത് ദൈവത്തോടുള്ള ഭക്തിയാണ്. അതിനെ വചനം വിളിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തി എന്നാണ്.
ലോകത്തിന്റെ കളങ്കമേൽക്കാതെ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പൊ കളങ്കിത ഭക്തിയുണ്ട്. കളങ്കിത ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 100% നമ്മുടെ ആ ഭക്തിയുടെ ഉദ്ദേശം നമ്മളുടെ ആവശ്യങ്ങളായിരിക്കും. അത് പാലം കയറുവോളും നാരായണ, പാലം കയറി കഴിഞ്ഞ് കൂരായണ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അതുപോലെ തന്നെ കളങ്കിത. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചില പള്ളികളൊക്കെ ഉരുള് നേർച്ചയൊക്കെ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേർച്ചയാണത്. കാര്യം സ്റ്റാറ്റസ് ഡിമിനിഷ് ആകുന്ന, എളിമപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആൾക്കാർ ഉരുണ്ടൊക്കെ പോവും. ഇപ്പം ഞാൻ ചിലരൊക്കെ പള്ളിയിലൊക്കെ കൊച്ചനായിട്ടേക്ക് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് വന്നത്? ഇപ്പോൾ മാതാവിൻ്റെ സെബസ്റ്റൈറോസിൻ്റെ പുഴാണ്ട് നേർച്ചയ്ക്കൊക്കെ ആൾക്കാർ ഉരുണ്ട് വരും. ആ ഇടലക്കുരിശ് നാനവാതിൽ വരെ ഉരുണ്ട് വരും. അപ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ ഉരുണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും, അച്ഛാ ഭയങ്കര വയറുവേദനയായിരുന്നു അച്ഛാ, അതൊന്ന് മാറാൻ വേണ്ടി ഞാൻ അന്ന് നേർന്നതാണ്. അപ്പം അത് മാറി, കറക്റ്റ് മാറിയത്. പക്ഷെ എന്താ സംഭവം, അവരുടെ ആ ഒരു രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇത്തരം പങ്കപ്പാട് അനുഭവിച്ചത്. അപ്പം അതിനകത്ത് ദൈവത്തിനല്ല ഒരു ദൈവത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലും അവരുടെ ഒരു ആവശ്യം കൂടി അതിനകത്ത് ഉണ്ട്. അപ്പം അങ്ങനെ അവരുടെ ആവശ്യമുള്ളത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ദൈവികമായ ജീവിത സുവിശേഷത്തിൻ്റെ ചൈതന്യമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഭക്തി കളങ്കിത ഭക്തിയാവും. അതൊരു സീരിയസ് ആണ്, സൂക്ഷിക്കണം. ഇപ്പം അതായത് ഞാനൊരു സ്ഥലത്ത് വികാരിയല്ല കൊച്ചച്ഛനായിട്ടിരിക്കുകയാണ്. അപ്പം കുരിശിൻ്റെ വഴി നടത്തുകയാണ്. വീട് വീഴാൻ തോറും കുരിശിൻ്റെ വഴി പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടത്തിയാണ്. അവരെ 12-ാം സ്ഥലത്ത് കണ്ടില്ല, പക്ഷെ ഒരു 13-ാം സ്ഥലത്ത് കണ്ട്. അവിടെ അവിടെ വീട് വേറെ എവിടെയൊക്കെയാണ് എനിക്കറിയാം. പക്ഷേ ഈ 12-ാം സ്ഥലത്ത് ഞാൻ ചോദിച്ചു, എൻ്റെ സ്വഭാവം അന്ന് അങ്ങനെ ഇരുന്ന്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ആൾക്കാരെ അനുസരിക്കത്തില്ല. ഞാൻ ചോദിച്ചാൽ, ചേച്ചി 12-ാം സ്ഥലത്ത് കണ്ടില്ലല്ലോ, എവിടെ പോയെന്ന് ചോദിച്ചു. അവർ പിന്നെ 14-ാം സ്ഥലത്ത് 13-ാം സ്ഥലത്തൊക്കെ വന്നത്. അപ്പം അന്ന് ഈ ആൾക്കാർ കുറവായാണ്, ആൾക്കാർ നോക്കി വെക്കുകയോ അങ്ങനെ ഒരു ഇടവിലൊക്കെ അങ്ങനെയല്ലേ കൊണ്ടുപോകാൻ പറ്റുന്നത്, എന്നാലല്ലേ ശ്രദ്ധ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ചോദിക്കാൻ പറഞ്ഞു, അതൊന്നും മിണ്ടില്ല അവർ. പിന്നീട് എൻ്റെ കൂടെ നിന്ന് പ്രവർത്തകർ പറഞ്ഞ് അവരുടെ വൈരാഗ്യ വഴക്കാണെന്ന് പറഞ്ഞു. കാര്യം ഈ 12-ാം സ്ഥലത്തുള്ള വീട്ടിൽ അവർ കയറത്തില്ല, അവരുമായിട്ട് വഴക്കാണ്. അതുകൊണ്ട് 13-ാം സ്ഥലത്ത് നിന്ന് ഇവർ ഉണ്ടയിട്ട് 14-ാം സ്ഥലത്ത് വരും. ഭക്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിന് കളങ്കിത ഭക്തി എന്ന് പറയും. നോൻപ് കാലത്ത് ഇങ്ങനെയുള്ള അഭ്യാസം ഉണ്ടാകാതിരിക്കാൻ ആദ്യം പറഞ്ഞ പോലെ അനാഥരെയും വിധവകളുടെയും കർത്താവിന് വേണ്ടി അവർക്ക് നമ്മുടെ ഒരു കെയർ കൊടുക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ചെയ്യേണ്ട ജോലി കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് കർത്താവിനുള്ള ഭക്തിയായിട്ടും നിഷ്കളങ്ക ഭക്തിയായിട്ട് ദൈവം സ്വീകരിക്കാനിട. അങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ അവിടുത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.